ഈ ബാബരി മസ്ജിദിൻ്റെ ഒരു തുടർച്ച നേരത്തെ പറഞ്ഞല്ലോ, ആമുഖത്തിൽ സംസാരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇത് അധികാരത്തിൽ കയറാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പ്രോജക്റ്റ് തന്നെയാണ്. 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഹനുമാൻ ഗഡ് ക്ഷേത്രത്തിലെ പൂജാരി ഈ ബാബരി മസ്ജിദിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു കയറുകയും പറയുന്ന സാധാരണക്കാരായ ഹൈന്ദവ വിശ്വാസികളൊക്കെ കരുതുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒരു അമ്പലം, ശ്രീരാമന് വേണ്ടി എന്ത് ചെയ്തു, എന്നോ ആഗ്രഹിച്ചൊരു അമ്പലം വന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവരാരും ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിതതിന് ശേഷം പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്ന ദിവസമാണ് ഇന്ന്. സ്വാഭാവികമായി 2 തരത്തിലുള്ള തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് ബാബരി മസ്ജിദ് തകർത്ത ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്നവരും അതിനുശേഷം ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ പശ്ചാത്തലവും മനസ്സിലാക്കാത്ത ഒരു വിഭാഗവുമാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി സ്പോട്ട്ലൈറ്റ് ചർച്ചയ്ക്ക് എടുക്കുകയാണ്. സ്വാഭാവികമായി ബാബരി മസ്ജിദ് എന്ന മുസ്ലിങ്ങളുടെ ആരാധനാലയം 1528 ബാബർ ചക്രവർത്തി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയോധ്യയിലെ അദ്ദേഹത്തിൻ്റെ ഗവർണർ പണിതിട്ടുള്ള ഒരു മഹത്തായ ഒരു പള്ളിയാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ്. പിന്നീട് 16, 17, 18 നൂറ്റാണ്ടുകൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും രാജ്യത്ത് നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. സ്വാഭാവികമായി പിന്നെ 1855 അയോധ്യയിൽ ഒരു തർക്കം വന്നത്. ആ തർക്കമാകട്ടെ അവിടെയുള്ള ഹനുമാൻ ഗഡ് ക്ഷേത്രമെന്ന് പറയുന്ന ഹൈന്ദവ ആരാധനാലയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ്. അവിടെയുള്ള മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ചുകൊണ്ടാണ് ഹനുമാൻ ഗഡ് ക്ഷേത്രം പണിതത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുകയും അവിടെയുള്ള ഭരണകൂടം അന്നത്തെ വാജിദ് അലി ഷാ എന്ന് പറയുന്ന നവാബിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് അവസാനമായി ഹൈന്ദവ സഹോദരങ്ങൾക്ക് അനുകൂലമായി വിധിക്കുകയാണ് ഉണ്ടായത്. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു തർക്കമായി ഉണ്ടായിട്ടുള്ളത്. 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഹനുമാൻ ഗഡ് ക്ഷേത്രത്തിലെ പൂജാരി ഈ ബാബരി മസ്ജിദിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു കയറുകയും എന്നിട്ട് അവിടെ ചബൂത്ര അഥവാ ഒരു തറ സ്ഥാപിക്കുകയും അത് രാമജന്മഭൂമിയാണ് എന്ന് വാദിക്കുകയും ചെയ്തത്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് രാമജന്മഭൂമി എന്നതിലപ്പുറം അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നെന്നോ ക്ഷേത്രമുണ്ടായിരുന്നു എന്നോ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പള്ളി നിർമ്മിച്ചതെന്നോ എന്നുള്ള ഒരു ചർച്ചയും ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല. പിന്നീട് വന്നിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ആ രൂപത്തിലുള്ള ഒരു ചർച്ച കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. സ്വാഭാവികമായി സംഘപരിവാര രാഷ്ട്രീയം ഈ രാജ്യത്തെ വിഭജിക്കാനും ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി 1949 ഒരു പ്രത്യേകമായ ചടങ്ങ് അവിടെ സംഘടിപ്പിക്കുകയും ഇതുപോലെ 1949 ഡിസംബർ 22 അവിടെ ഒരു ബാലരാമ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ട് അവിടെയുള്ള ബാബരി മസ്ജിദിൻ്റെ വാതിൽ കുത്തി തുറന്നുകൊണ്ട് രാത്രിയിലാണ് ഇത് സംഭവിച്ചത്. പിറ്റേ ദിവസം അതൊരു സ്വയംഭൂവാണെന്ന് വാദിക്കുകയും എന്നാൽ മഹാനായ ജവഹർലാൽ നെഹ്റു അതെടുത്ത് പുഴയിലേക്ക് എറിയാൻ ആവശ്യപ്പെടുകയും ചെയ്ത സന്ദർഭമുണ്ടായി. നമ്മുടെ നാട്ടുകാരനായ അഥവാ കേരളക്കാരനായ KK നായർ എന്ന് പറയുന്ന അവിടെയുള്ള കലക്ടർ അതിന് വിസമ്മതിക്കുകയും പിന്നീട് അതൊരു തർക്കത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോൾ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ മഹത്തായ ആരാധനാലയം 1992 ഡിസംബർ 6 തകർത്തു. പിന്നീടുള്ള കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി ഈ രാമ ജന്മഭൂമിയാണെന്നും രാമക്ഷേത്രമാണ് അവിടെ വരേണ്ടത് എന്നും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ വിധി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പൂജാരി വേഷത്തിൽ മുന്നോട്ട് വന്ന് അതിന് നേതൃത്വം നൽകിക്കൊണ്ട് അവിടെ ഇപ്പോൾ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ്. അവിടെ ഒരു പ്രത്യേകമായൊരു ചടങ്ങ് സംഘടിപ്പിച്ച ഒരു ദിവസമാണ് ഇന്ന്. യഥാർത്ഥത്തിൽ മതേതര വിഭാഗം എന്ന നിലക്ക് ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ പള്ളി പൊളിച്ചതിന് ശേഷം ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ആ ക്ഷേത്രം അത് വലിയൊരു ആഘോഷത്തോടു കൂടി തന്നെ അത് നടത്തുക, ആ ചടങ്ങ് നടത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണുള്ളത്.
അപ്പോൾ യഥാർത്ഥത്തിൽ മതേതര വിഭാഗം എന്ന നിലക്ക് നമ്മളതിൽ ഭയപ്പെടേണ്ടതുണ്ടോ എന്നാണ് അഷ്റഫ് ഖാ ഇതിനെപ്പറ്റി ചോദ്യം. അതിലെനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത്. കാരണം അത് ഭയപ്പെടുത്താനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കണമൊക്കെ. അപ്പോൾ ഒരു വേട്ടക്കാരൻ്റെ മുമ്പിൽ നമ്മൾ ഇര ഭയപ്പെടുമ്പോൾ വേട്ടക്കാരൻ ചിരിക്കുക ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്നാൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ആ വേട്ടക്കാരന് കുറച്ച് പ്രയാസം ഉണ്ടാവും. ഒരു മൃഗത്തിൻ്റെ മുമ്പിൽ ഒരു നായ നമ്മളെ കടിക്കാൻ വരികയാണെങ്കിൽ തന്നെ ആ നായയെ കണ്ട ഉടനെ നമ്മളൊന്ന് പാത്തും പതുങ്ങിയും ചെരിഞ്ഞു നിന്നാൽ അത് നമ്മളെ കയറി അറ്റാക്ക് ചെയ്യും. അതല്ല നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു കമ്പെടുത്തൊന്ന് വീശി അതെന്ത് ചെയ്യും, അവിടെ പോവുകയും ചെയ്യും. അത്ര ലളിതമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭയപ്പെടുക എന്നുള്ളതും അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതും ഒക്കെ തന്നെയാണ് ഇത് ഒരു ഉത്സവ ഛായയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പം ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം ഒരുപാട് സംസ്ഥാനങ്ങളിൽ അവധി കൊടുത്തിട്ടുണ്ട്. ഉച്ചവരെയാണ് അവധി. ഈ ഉച്ചവരെ അവധി കൊടുക്കുന്നത് എന്തിനാണ്? അതായത് അവിടെ നിന്ന് ആളുകൾ പോയി ഇത് കണ്ട് തിരിച്ചു വരാനൊന്നും കഴിയില്ലല്ലോ. ഉച്ചവരെ അവധി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് മൊത്തം ജനങ്ങൾ കാണാൻ തന്നെയാണ്. അതായത് ഓഫീസിൽ അവിടെയും ഇവിടെ ഇരുന്ന് ജോലി സ്ഥലത്തൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇതിനോടൊപ്പം ഈ ആഘോഷത്തിൽ അവർ ശരിക്ക് പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് ഒരു വിസിബിളാകുക എന്നുള്ളത്. അങ്ങനെ മാനസികമായിട്ട് മെൻ്റലി പിന്നെ ഇവിടുത്തെ മതനിരപേക്ഷ സമൂഹത്തെ കുറച്ചുകൂടെ അവരുടെ ഒരു പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലൂടെ ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മതനിരപേക്ഷ പക്ഷത്തുള്ള ആളുകളെ മാനസികമായി തകർക്കുകയും ഭയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവരുടെ അനുയായികളായ ആളുകളെ സന്തോഷിപ്പിക്കുകയും അവരുടെ മുമ്പിൽ ഇത് രണ്ട് പാരലൽ വേൾഡാണ് ശരിക്കും. അവർക്ക് ഇത് കാണുമ്പോൾ വരുന്ന രീതി എന്താ വെച്ചാൽ മോദി ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനം എന്ത് ചെയ്തു, നിറവേറ്റി. അങ്ങനെ നിറവേറ്റിയ പട്ടികയിലേക്കൊരു വലിയ ഒരു പൊൻതൂവൽ കൂടി വന്നു ചേർന്നു എന്ന മനോഭാവമാണ് ഒരു ഭാഗത്തുണ്ടാകുക. എന്നാൽ ഈ മതനിരപേക്ഷ പക്ഷത്തുള്ള ആളുകളെ പക്ഷത്ത് ഇനി ഇത് കൈവിട്ടു പോയി, ഇനി നമ്മളാകെ ഇതൊരു ഹിന്ദു രാജ്യമായി മാറിക്കഴിഞ്ഞു, ലക്ഷ്യം നേടി എന്നുള്ള ഒരു അവസ്ഥയിലേക്കും പോകും. അപ്പോൾ അതൊരിക്കലും അങ്ങനെ പോവല്ല ഈ സമയത്ത് വേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ മുജീബ് ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒരിക്കലും ഭയപ്പെടുകയല്ല, പക്ഷെ ഒരു ജാഗ്രതയാണ് ആവശ്യം. വളരെ നിതാന്തമായ ഒരു ജാഗ്രത ഈ ഒരു സന്ദർഭം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ള കാര്യത്തിൽ ബുദ്ധിയുള്ള ആർക്കും ഒരു തർക്കമല്ല. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇതൊരു റിലേ പ്രവർത്തനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ബാബരി മസ്ജിദിൻ്റെ ഒരു തുടർച്ച നേരത്തെ പറഞ്ഞല്ലോ, ആമുഖത്തിൽ സംസാരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇത് അധികാരത്തിൽ കയറാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അതിൻ്റെ തുടക്കം മുതൽ അങ്ങനെയാണ്. അങ്ങനെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു വന്ന് നമുക്കറിയാം അത് പൊളിക്കുന്നത് വരെ എത്തി. അതൊരു പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു. അന്ന് അവർ കൊടുത്ത മെസ്സേജ് എന്താണ്, ഇത് ഞങ്ങൾ പൊളിക്കും. അത് പൊളിച്ചു. അതൊരു മൈൽ സ്റ്റോണാണ്. അടുത്ത ആഹ്വാനം എന്തായിരുന്നു, അവിടെ ഇനി രാമക്ഷേത്രം നിർമ്മിക്കും. ആ നിർമ്മിച്ച മൈൽ സ്റ്റോണാണ് ഇപ്പോൾ രണ്ടാമത്തെ മൈൽ സ്റ്റോണാണ് എന്ത് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇനി അടുത്ത മൈൽ സ്റ്റോൺ എന്താണ്, ഇനി ഇത് വെച്ചുകൊണ്ട് ഇതുപോലെ സമാനമായ സംഗതികൾ വേറെയുണ്ട്, അതൊക്കെ അതേപോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും, അതിന് പറ്റുന്നൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്ന മെസ്സേജാണ് എന്ത് ചെയ്യുന്നത് അത് കൊടുത്തിട്ട് ഇനി ഒരു തുടർ ഭരണം എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു റിലേ പ്രവർത്തനമാണ്. അതായത് ഓടിക്കതച്ച് വന്ന ആളെടുത്ത് നിന്ന് അടുത്ത ആൾ വാങ്ങി ഊക്കിലോടുന്ന രീതിയിൽ ഇപ്പോൾ ഇത് അടുത്തൊരു സ്റ്റെപ്പ് കൈമാറുകയാണ്. ഇത് തന്നെ വെച്ചുകൊണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നതാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ഒരു ദീർഘകാലം ഒരു 40 വർഷത്തോളം എന്ത് ചെയ്തു, അതിൽ 35 വർഷത്തോളം കോൺഗ്രസ് തന്നെ തുടർച്ചയായിട്ട് ഭരിച്ചു. പിന്നെ ഇടക്കിടക്ക് പല സർക്കാരുകൾ മാറി വന്നു, ഇടക്കൊന്ന് BJP വന്നു. ഇപ്പോൾ BJP തുടർച്ചയായിട്ട് വരുന്നത് ഇപ്പോൾ രണ്ടാം തവണയാണ്. അപ്പോൾ ഇത്ര കാലം ഇവർ ഈ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തിൻ്റെ ഫ്രെയിം കൊണ്ടുവരാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്ത് വേണ്ടി വരും, കുറച്ച് ശ്രമം ആവശ്യമുണ്ടാവും. ആ നിലക്ക് കണ്ടാൽ മതി. അത് ഈ ഒരു ടെമ്പോ ഇതുപോലെ എല്ലാ കാലത്തും എന്ത് ചെയ്യില്ല, നിൽക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ അംബേദ്കർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞാണ് എന്ത്, ഇതുവരെ നമുക്ക് എതിർക്കാനും തർക്കിക്കാനും ഒക്കെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി, ഞാൻ ആരോടെ തർക്കിക്കുക, ഇനി നമ്മൾ തർക്കിക്കണം. ഇതേപോലെ ഇവർ ഒന്ന് ഞങ്ങളെല്ലാം റെഡിയാക്കി, ഞങ്ങളെ കയ്യിലെല്ലാം അണഞ്ഞു എന്ന രീതിയിലാവുന്നതോടുകൂടി പിന്നെ അവർ തമ്മിൽ തുടങ്ങും. അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേറ്റവും ഇന്നത്തെ പ്രധാനപ്പെട്ടൊരു വാർത്ത എന്താ,
ഇതിന് രഥയാത്ര നടത്തി ഇതിന് ഏറ്റവും പോളറൈസേഷൻ ഇന്ത്യയിൽ 2 വിഭാഗമാക്കി ബാബരി മസ്ജിദ് വെച്ചുകൊണ്ട് കീറി മുറിച്ച ആൾ LK അദ്വാനിയാണ്. LK അദ്വാനി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ സദസ്സിൽ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഒരു യാദൃച്ഛികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ പക്ഷെ അവർക്കൊന്നും വോയിസ് ഇല്ല എന്ന് മാത്രം. അപ്പോൾ അത് ഏതൊരു സ്വേച്ഛാധിപതികളും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അടി കിട്ടിയിട്ട് അത് തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബലൂണിന് മുട്ടുസൂചിയെ ഭയമാണ് എന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ വീർപ്പിച്ച് നിർത്തുന്ന ഒരു സാധനമാണ്. എവിടെയും മോദി തരംഗം, അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾ അതിലിങ്ങനെ പോവുകയാണ് ഇപ്പോൾ. അത് അധികം വൈകാതെ എന്ത് ചെയ്യും, പൊട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമുക്കിവിടെ ചെയ്യാവുന്ന ദൗത്യം എന്താണെന്ന് വെച്ചാൽ മതനിരപേക്ഷ പക്ഷത്തുള്ള ആളുകൾക്കുള്ള ദൗത്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മറുവശം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ജനറേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇത് ബാബരി മസ്ജിദ് പൊളിയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ലൈവായിട്ടുള്ള ആ വാർത്തകളും കാര്യങ്ങളും ഒക്കെ നിരീക്ഷിക്കുകയും കാണുകയും അതിൻ്റെ ആ ഒരു വേദന അനുഭവിക്കുകയും ആ സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിലുണ്ടായ പോളറൈസേഷനും കേരളത്തിലുണ്ടായ സാഹചര്യങ്ങളും കേരളത്തിൽ വന്ന മുന്നണി മാറ്റങ്ങളും പ്രശ്നങ്ങളും പല സംഘടനകളുടെ പളർപ്പും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മാനസികാവസ്ഥയല്ല ഇതിന് സാക്ഷികളാകാത്ത കുട്ടികൾക്കും പുതിയ ജനറേഷൻ ഉണ്ടാവുക. അപ്പോൾ അത്തരം ആളുകളെ കൂടി ഒരു ചരിത്ര ബോധമുള്ളവരാക്കുക എന്നുള്ളതാണ്. മറവിയാണ് എല്ലാവരുടെയും ആയുധം. ആ മറന്നു പോണ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്വം നമ്മൾ വൃത്തിയായിട്ട് എന്ത് ചെയ്താൽ മതി. പക്ഷെ ഒരു സങ്കടകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാധ്യമങ്ങൾ ഇപ്പോൾ ആരാണ് ഇതിനൊരു ഉത്സവ ചായ കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയാം, സംഘപരിവാർ ഇതിന് ഉത്സവ ചായയോടുകൂടി ഒരു ദേശീയ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കണം എന്ന് അവർ തീരുമാനിച്ചു, നടപ്പാക്കി. പക്ഷെ അതിനൊരു ഉത്സവ ചായ കൊടുത്തതും ആ നിലക്കുള്ള ഒരു വിസിബിലിറ്റി നൽകിയതും മാധ്യമങ്ങളാണ്. ഏത് മാധ്യമങ്ങൾ? ഓരോ സമയത്തും വർഗീയതക്കെതിരിൽ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ മുഖമൂടി അഴിഞ്ഞു വീണ നിമിഷങ്ങളാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയും പ്രത്യേകിച്ച് ഇന്നലെ ഇന്നും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ലൈവ് ടെലികാസ്റ്റ് ചെയ്ത എത്ര മീഡിയകളുണ്ട്, പ്രത്യേകിച്ച് നമ്മളെ മലയാളി മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ. അതുപോലെ പത്രങ്ങളെടുത്ത് പരിശോധിച്ചാലും ഒക്കെ എന്താണ്, എന്തോ ഒരു വലിയ സംഭവം കൊടുത്ത ടൈറ്റിലുകൾ എല്ലാം ഒരു നമ്മൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ശരിക്കും ഇതിനെ കൊണ്ടാടിയത് ഈ സംഭവമാക്കി മാറ്റുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതൊന്ന്. മറ്റൊന്ന്, ഈ ഒരു ആഘോഷം ഉണ്ടല്ലോ, ഇത് മറ്റൊരു വിഭാഗത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്ക് മുറിവേൽപ്പിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല കാര്യമാണ്. ഇത് സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റിനെതിരാണ്. കാരണം സുപ്രീം കോടതി പറഞ്ഞാൽ എന്താ, ഇത് അമ്പലം പൊളിച്ചുകൊണ്ടല്ല പള്ളി ഉണ്ടാക്കിയത്, അതിൻ്റെ അവശിഷ്ടം ഇതിന് ഉപയോഗിച്ചിട്ടില്ല, അത് തെളിയിക്കാൻ കഴിയില്ല, ഇത് പൊളിച്ചത് കുറ്റകൃത്യമാണ്, ക്രിമിനൽ കുറ്റമാണ്, തെറ്റാണ്, ഇങ്ങനെയൊക്കെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇവരിത് ദേശീയ ഉത്സവമാണെന്ന് പറയാനുള്ള കാരണം പറയുന്നത് എന്താ, സുപ്രീം കോടതിയുടെ ഒരു വിധി അനുസരിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആഘോഷിക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യത. ഇത് ചെയ്തത് തെറ്റാണെന്നും അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് സുപ്രീം കോടതി പറയുന്നത്. പിന്നെ സുപ്രീം കോടതി ചെയ്തത് എന്താ വെച്ചാൽ ഇതൊരു മധ്യസ്ഥത തീരുമാനമാണ്, ഒരു മസ്ലഹത്ത് തീരുമാനമാണ്. രാജ്യത്ത് ഇതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത്, ഇതാണ് അതിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈ സ്പിരിറ്റിന് എതിരാണെന്ത്, ഇങ്ങനെ ഉത്സവാന്തരീക്ഷത്തിൽ ഇത് ചെയ്ത് മറ്റുള്ളവൻ്റെ ചെറിയിൽ തോണ്ടി അവനെ പ്രകോപിപ്പിക്കുന്ന സമീപനത്തിലേക്ക് അവധി കൊടുത്തു. ഹോസ്പിറ്റലുകൾക്ക് പോലും അവധി പ്രഖ്യാപിച്ച്, വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച്, മൊത്തത്തിൽ ഇതൊരു വികാരമുണ്ടാക്കി. മീഡിയകളും അതിനോടൊപ്പം നിന്നു കൊടുക്കുന്നു എന്നത് ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസത്തക്ക് യഥാർത്ഥത്തിൽ എതിരാണ്. അത് നമ്മൾ ആ നിലക്കന്നെ കാണേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ സെക്കുലറിസം, അത് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്റ്റേറ്റിനൊരു മതം ഉണ്ടാകാൻ പാടില്ല, പൗരന്മാർക്ക് മതമാകാം, ഇതാണല്ലോ നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റിന് ഒരു പ്രത്യേക മതം ഉണ്ടാകുന്നു, അതിൻ്റെ എല്ലാ സർവ്വവിധ അതിൻ്റെ എന്താ പറയുക എല്ലാ മേഖലകളും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ നമ്മുടെ മതേതരത്വം എന്താണെന്നുള്ളത് ഈ സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഉറക്കെ പറഞ്ഞു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. എല്ലാവരും പരീക്ഷിക്കപ്പെടുകയാണ് ശരിക്കും. ഇപ്പോൾ ഇവിടെ പത്രക്കാർ പരീക്ഷിക്കപ്പെടുന്നുണ്ട്, ചാനലുകൾ പരീക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഇതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനത്തിനെ സംബന്ധിച്ച് ഘോരം ചർച്ച ചെയ്തത് നമ്മുടെ ടെലിവിഷൻ ചാനലുകളാണ്. അവർ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിലെടുത്ത ആ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതിലെത്രത്തോളം അവർക്ക് സത്യസന്ധത പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പത്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇത് അവിടെ പള്ളി പൊളിച്ചിട്ടാണ് അമ്പലം ഉണ്ടാക്കിയതെന്ന് ചെറിയൊരു എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നു പോയിട്ടേ ഉള്ളൂ.
അതേപോലെ ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണെന്ന് എവിടെയെങ്കിലുമൊക്കെ വന്നു പോയിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ആംബിയൻസ് വേറെ തന്നെയാണ്. അപ്പോൾ അവിടെ എന്തൊരു നിഷ്പക്ഷത പാലിക്കാൻ ആർക്ക് കഴിയുന്നില്ല, ഈ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. അവരാണെന്ത് ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ അടിയാധാരം തപ്പി പോകുന്നൊരവസ്ഥ. അപ്പോൾ അത് എല്ലാവരും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. പത്രക്കാർ പരീക്ഷിക്കപ്പെടുന്നുണ്ട്, സാഹിത്യകാരന്മാർ പരീക്ഷിക്കപ്പെടുന്നുണ്ട്, സിനിമാ നടന്മാർ, അതുപോലെ സെലിബ്രിറ്റികൾ, ഓരോരുത്തരും മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്നവരാരാണ് അല്ലാത്തവരാരാണ് എന്നുള്ള കൃത്യമായ ഒരു മുഖം വ്യക്തമാകുന്ന സമീപനങ്ങൾ ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ എനിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ആളായിട്ട് എനിക്ക് മലയാളക്കാരിൽ തോന്നിയത് നമ്മൾ ടി പത്മനാഭൻ, കഥാകാരൻ. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ ക്ലാരിറ്റിയുള്ള സംസാരമാണ്. അതായത് ഇതായിരിക്കും ഇനിയുള്ള അജണ്ട എന്നുള്ളത് എല്ലാവരും മനസ്സിലുള്ളതാണ്. പക്ഷേ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. അതുപോലെ സമാനമായ വേറെയും ചില ആളുകളുണ്ട്. അവരൊക്കെ നമ്മൾ ഈ സമയത്ത് പ്രത്യേകം അഭിവാദ്യം ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഒരു സ്ട്രാറ്റജി സമയത്ത് വേറെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ന്യായ് യാത്ര എന്ന് പറഞ്ഞ യാത്ര തുടങ്ങി അങ്ങോട്ട് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. അത് ശരിക്കൊരു നല്ല പോസിറ്റീവായ സമീപനം തന്നെയാണ്. പക്ഷെ മീഡിയകൾ അതിനോട് സഹകരിക്കണില്ല. മീഡിയകൾ മതനിരപേക്ഷ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മീഡിയകളാണെങ്കിൽ അതിന് ശരിക്കും വർദ്ധിച്ച പ്രാധാന്യം അതിനും കൊടുക്കണമല്ലോ. പക്ഷെ ഫുള്ള് ക്യാമറ ഇങ്ങോട്ടാണല്ലോ തിരിച്ചു വെച്ചത്. അതും നമ്മളിവിടെ കാണാതെ പോകാൻ പാടില്ലാത്തതാണ്. കോൺഗ്രസ് ഒരു നിലപാടെടുക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മീഡിയകൾ തന്നെ ആ വിഷയത്തിൽ കോൺഗ്രസ് ഒരു അജണ്ട സെറ്റ് ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഉയർത്തി കാണിക്കുക എന്നതിന് പകരം ഇതിൻ്റെ പിന്നാലെ അമിതമായി പോയി എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുള്ളൂ. പക്ഷേ കോൺഗ്രസ് ആ നിലപാടെടുക്കുമ്പോഴും കോൺഗ്രസിൻ്റെ ആളുകൾക്ക് ഇപ്പോഴും ആ ആടിക്കളിയുണ്ട്. ശശി തരൂരിൻ്റെ അടക്കം ഇന്നത്തെ ഒരു പോസ്റ്റ് അതിന് ആശംസ അർപ്പിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റ് നോക്കുമ്പോൾ അതിൽ തൊടാൻ പാടുണ്ടായിരുന്നില്ല ശരിക്കും. അത് ആ കോൺഗ്രസ് എടുത്ത ആ സ്റ്റാൻഡിൽ തന്നെയാണ് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് നിന്ന് പോകേണ്ടത്. പിന്നെ ഇവിടെ മുസ്ലിമീങ്ങളോട് കുറേ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും പല ആളുകളും പറയുന്നുണ്ട്. അവർ ആ ഒരു ഗുണകാംക്ഷയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി ബാബരി മസ്ജിദ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നൊരു അഭിപ്രായം നമുക്കില്ല. കാരണം ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിന് ഏറ്റവും മുറിവാണെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് 1992 ഇതിൻ്റെ താഴികക്കുടം ഉടഞ്ഞ സമയത്ത് എല്ലാ പത്രങ്ങളും ചാനലുകളും വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെ അതിങ്ങനെ ഓരോ വർഷവും ആഘോഷിച്ച് അതിൻ്റെ വാർഷിക ആചരിച്ച് അവസാനം അത് ചില മുസ്ലിം സംഘടനകളുടെ മാത്രം പ്രശ്നമായി ചുരുങ്ങുകയോ ചെയ്തതാണ്. അവിടെ എന്താ വെച്ചാൽ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല, ഇത് ഇന്ത്യൻ മതേതരത്വത്തിനും ഇന്ത്യയുടെ അന്തസത്തക്കും മൊത്തത്തിൽ പ്രഹരമേറ്റ ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. അല്ലാതെ ഇതെന്തോ ഒരു മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്നുള്ളൊരു അഭിപ്രായം നമുക്ക് ഇല്ല. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാവരും ബാധിക്കുന്ന വിഷയമായിരിക്കും. അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാകില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 1991 ആരാധനാലയ നിയമമുണ്ടല്ലോ, ആ നിയമം കർക്കശമായി നടപ്പാക്കുക. ഇനി മറ്റൊരു ഇതിൽ അവകാശവാദവുമായി പോകാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ട്. അപ്പോൾ മധുര ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട് അവകാശവാദം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ പരിശോധന തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 91 ആ നിയമം അനുസരിച്ച് ഇനി ഒരു പുതിയ അവകാശവാദം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളിടത്തേക്ക് ശക്തമായ ക്യാമ്പയിനിങ്ങും കാര്യങ്ങളും പോകണം. അപ്പോൾ ഭയപ്പെടുകയല്ല വേണ്ടത്, നിതാന്തമായ ജാഗ്രതയോടുകൂടി മതനിരപേക്ഷ സംഘത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ പൊലിപ്പ് കണ്ടിട്ട് ഇതൊന്നും വോട്ടാവുമെന്ന് എന്ത് ചെയ്യേണ്ടതില്ല, വിചാരിക്കേണ്ടതില്ല. ഈ 1949 ബാബരി മസ്ജിദിൻ്റെ വാതിൽ കുത്തി തുറന്നിട്ടാണ് ദിഗ്വിജയ് നാഥ് എന്ന് പറയുന്ന വ്യക്തി വിഗ്രഹം കൊണ്ട് അവിടെ വെക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അയാളൊരു ഗാന്ധി വിമർശകനാണ്. മാത്രമല്ല മഹാത്മാഗാന്ധി കൊല്ലപ്പെടണം എന്ന് പ്രഖ്യാപിച്ച ആളാണ്. അതിനുശേഷം മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം അയാൾ 9 മാസം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുകയും ചെയ്തു. അത്രമാത്രം മതേതരത്വവും അതുപോലെ ഗാന്ധിസം ഇങ്ങനെയുള്ള ആശയത്തോട് വിരോധം വെച്ച് പുലർത്തുകയും ഈ ഇന്ത്യയുടെ പൈതൃകത്തെ തന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഈ വിഗ്രഹം വെച്ചിട്ടുള്ളത്. അയാളുടെ ശിഷ്യനാണ് യഥാർത്ഥത്തിൽ അവൈദ്യനാഥ് എന്ന ഒരാൾ. അയാളുടെ ശിഷ്യനാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ അയാളാണിപ്പോൾ VIP-കളെ ഈ ക്ഷേത്രത്തിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ വ്യക്തമായിട്ടും നമ്മളെ നാട്ടിലുള്ള മതേതര മുഖമുള്ള, നേരത്തെ അഷറഫ് പറഞ്ഞ പോലെ പത്രങ്ങളാവട്ടെ മീഡിയകളാവട്ടെ അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരാവട്ടെ നടന്മാരാവട്ടെ ഇവരൊക്കെ ഇതിനോട് റാൻ മൂളാനുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് മാഷക്ക് അതിൽ പറയാനുള്ളത്? എനിക്ക് ഒന്നാമതായിട്ട് തോന്നുന്നത് ഈ ഒരു ദിവസം ഇന്ത്യൻ ജനത പൂർണ്ണമായിട്ട് വഞ്ചിക്കപ്പെട്ടൊരു ദിവസമാണെന്നുള്ളതാണ്. ഇതിൽ ഒന്നാമതായി വഞ്ചിക്കപ്പെട്ടത് മുസ്ലിങ്ങളല്ല, മറിച്ച് ഹൈന്ദവ സമൂഹമാണ്. കാരണം ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു മതത്തിന് ചില അടിസ്ഥാനങ്ങളുണ്ടാവും.
ആ അടിസ്ഥാനങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ വിശകലനമാണ്. പക്ഷെ ആ മതവിശ്വാസികളെങ്കിലും അതിനെ ശരിയായി കാണുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഇപ്പം ഇവിടെ സംഭവിച്ച ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള 4 മഠങ്ങൾ, ശങ്കരാചാര്യ മഠങ്ങൾ, ഇതിലെ മഠാധിപതികൾ ഇതിൽ നിന്ന് പിറകോട്ട് പോയി. അതിൻ്റെ കാരണം അവർ പറഞ്ഞെന്താണ്, ഇത് മതപരമായിട്ട് ഈ ചടങ്ങുകൾ ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ മതവിശ്വാസികൾ ഇതിൻ്റെ പിറകിലുള്ള താല്പര്യം, അതുപോലെ തന്നെ ഈ നടക്കുന്ന ചടങ്ങുകളുടെ ഒരു സ്വഭാവം തിരിച്ചറിയേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പങ്കാളികളാകാൻ, മാനസികമായിട്ട് സന്തോഷിക്കാൻ കഴിയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവരുടെ മതത്തെ വികലമാക്കുന്നതിൽ, മതത്തെ ചവിട്ടി തേക്കുന്നതിൽ അവർക്ക് സങ്കടം വരികയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അത് ഒരു പക്ഷേ കുറേയധികം ആളുകൾ, ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ളവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം, ഇന്ത്യയിലൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ, അതൊരു മത രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിലേക്കുള്ള ഒന്നിനെ കൊണ്ടുവരാനുള്ള കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഇതിനകത്തുണ്ട്. കാരണം ഇതിലെ യജമാനൻ, കാർമ്മികൻ മോദിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ ഈ സ്പിരിച്വൽ ഹെഡും പൊളിറ്റിക്കൽ ഹെഡും ഒന്നായിട്ട് മാറുക എന്നുള്ളതാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഹെഡിനെ ഈ പറഞ്ഞ സ്പിരിച്വൽ ഹെഡ് കൂടെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഔദ്യോഗികമായിട്ട് പുഷ്പവൃഷ്ടി, അതായത് സൈനിക വിമാനത്തിൽ എന്ത് ചെയ്യുക, പുഷ്പവൃഷ്ടി നടത്തുക, അവധി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ ഇതിനെ ഒരു തിയോക്രസിയുടെ ഇതിലേക്ക്, ഭരണാധികാരിക്ക് ഒരു അർത്ഥത്തിൽ ഒരു ഡിവിനിറ്റി, ഒരു പുണ്യാത്മാവാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നത്. അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു ആരംഭമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. രണ്ടെനിക്ക് തോന്നി, ഇപ്പോൾ ഇവിടെ ശങ്കരാചാര്യന്മാർക്കിനെ എതിർക്കാനുള്ളൊരു കാരണം എന്ത് തന്നെയാണ്, ശരിക്കും അവരുടെ ഒരവകാശത്തെ, അവരുടെ ഒരു അവകാശത്തിലേക്കാണ് ഒരു കൈകടത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഇന്ത്യയിൽ BC 6-ാം നൂറ്റാണ്ടിൽ മഗധ അടക്കമുള്ള 10-16 ഈ നാഗരിക ഈ സംസ്കാരം വളർന്നു വരുന്ന സമയത്ത് ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ പൊതുവെ ഒരു ശൈവ സമൂഹവുമായിട്ടാണ് ഒത്തുചേർന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഒന്ന് പുറത്തേക്ക് പോയി. കാരണം നമുക്കറിയാം, അത് ബുദ്ധനും ഈ ജൈന ഇവരൊക്കെ എന്ത് ചെയ്തു, അന്നത്തെ പൂജ, യാഗം ഇതിനെയൊക്കെ ഹീനകർമ്മങ്ങളായി കണ്ടുകൊണ്ട് എതിർത്തപ്പോൾ പിന്നെ ഉയർന്നു വന്ന് ശൈവ സമൂഹം, കച്ചവട സമൂഹമാണ്. അതുകൊണ്ട് തന്നെ കച്ചവട സമൂഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഭരണകൂടങ്ങളാണ് അതൊക്കെ. ഞാൻ പറയുന്നത് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇവിടെ അത്തരത്തിലുള്ള കച്ചവട സമൂഹങ്ങൾക്ക് സ്വാധീനമുള്ളൊരു ഭരണകൂടമാണ് ഇന്ത്യയിൽ. അല്ലേ, നിങ്ങൾ ഒരുപക്ഷെ ക്രോണി ക്യാപിറ്റലിസം എന്നൊരു വാക്കുണ്ട്. അതെ, അത് ഒരു ചങ്ങാത്തം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇത് ഭരിക്കാൻ പോകുന്നത്, രാജ്യം ഭരിക്കാൻ പോകുന്നത്. അതിൽ കൃത്യമായിട്ടും ഈ കോർപ്പറേറ്റുകൾക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കിട്ടും. അപ്പോൾ നമുക്കറിയാം, ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു, GST കൂട്ടി, ജനങ്ങൾക്കുള്ള സബ്സിഡികൾ, ഇൻസെൻറ്റീവ്സോ കുറച്ചു. എന്നാൽ കോർപ്പറേറ്റുകൾക്കുള്ള ഈ ലോണിൻ്റെ സ്ലാബൊക്കെ ഉയർത്തി. സാധാരണ ജനങ്ങളുടെ മുകളിലുള്ള ലോണോ മറ്റൊക്കെ ആണെങ്കിൽ അത് എന്ത് വില കൊടുത്തും പിന്നെ പിരിച്ചെടുക്കും. എന്നാൽ അതേസമയം ഈ പറയുന്ന കോടികളാണ് കോർപ്പറേറ്റുകളുടെ പേരിൽ എഴുതി തള്ളുന്നത്. ഇതുപോലെ തന്നെ ഉള്ള ഇടപാടുകൾ നോക്കി നമുക്കറിയാം. ഇപ്പോൾ റാഫേൽ ഇടപാട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നീരവ് മോദിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് വെച്ചാൽ കോർപ്പറേറ്റുകൾക്ക് അമിതമായ സ്വാധീനവും സ്വാതന്ത്ര്യവുമുള്ള ഒരവസ്ഥ ഉണ്ട്. ഇവിടെ പണ്ടൊക്കെ നമുക്കറിയാം, ഒരു വലിയ ഒരു ബിസിനസ്സുകാരനോടൊരു രഹസ്യമായി പോലും ഒന്ന് കൂടിയിരുന്നു എന്നൊരു ഭരണാധികാരിയെ കുറിച്ചൊരു വാർത്ത വന്നാൽ അത് വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കും. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് വരും. പത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ടത് പിന്നെ വിമർശിക്കും. പക്ഷേ ഇപ്പം നമ്മൾ കാണാൻ പറ്റുന്ന എന്താണ്, ഒരേ വിമാനത്തിൽ ഒരു സീറ്റിലിരുന്നിട്ട് അദാനിയും മോദിയും യാത്ര ചെയ്യുന്നു. അതിൻ്റെ ട്വീറ്റ് പിന്നെ മോദിയോ അദാനിയോ തന്നെ എന്ത് ചെയ്യുന്നു, പുറത്തു വിടുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം തന്നെ ഇത്തരത്തിലൊരു കോർപ്പറേറ്റ് നെക്സസ് വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഇനി അയോധ്യയിൽ സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അയോധ്യയിൽ അദാനി ലാൻഡ് ഇടപാട് നടത്തിയതും അതിലെ ചില
ക്രയവിക്രയങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വാർത്തയായി കഴിഞ്ഞിരുന്നു. അതിപ്പോൾ 1-2 ഇടപാടിൽ ഇത് ആണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തരത്തിൽ തീർച്ചയായിട്ടും വ്യാപകമായിട്ടുള്ള ഇടപാടുകൾ എന്തായാലും ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പത്രമാധ്യമങ്ങളിലൊക്കെ സർക്കാർ നൽകിയ പരസ്യങ്ങളുണ്ട്, അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളുണ്ട്. ആ പരസ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അയോധ്യയെ വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റാൻ പോവുകയാണ്. ഇത് സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് അനുബന്ധമായിട്ടുണ്ടാകാൻ പോകുന്ന ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ട്. ആ വരുമാന മാർഗങ്ങൾ, അതായത് സമുച്ചയങ്ങളായിരിക്കാം, ഹോട്ടലുകളായിരിക്കാം, റിക്രിയേഷൻ ഇതുകളായിരിക്കാം. അത് ഇത് വീക്കിൻ്റെ പത്രത്തിൽ വന്ന ഇതാണ്. അതായത് ഇതിലെല്ലാം പറയുന്നുണ്ട് അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷന്, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്ന എക്സ്പാൻഷൻസ്, അതുപോലെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ അഡ്വാൻസ്മെൻറ്റ്സ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്റ്റുകൾ, അതുപോലെ തന്നെ എമേർജിങ് ആസ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ ശ്രീ അയോധ്യ ഡാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ബ്ലെൻഡ് ഓഫ് ആർട്ടിസ്ട്രി ആൻഡ് സ്പിരിച്വാലിറ്റി, ഇങ്ങനെ ഇത് കൃത്യമായിട്ട് എന്താണ് അവിടെ വരാൻ പോകുന്നത് പ്രൊജക്റ്റ് വളരെ ക്ലിയറാണ്. ഒരമ്പലം അവിടെ നിൽക്കുന്നുണ്ട്, അതിന് ചുറ്റുപാടും വലിയൊരു നഗര സമുച്ചയം ഉണ്ടാകാൻ പോവാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ ലോകത്തിൽ തന്നെയുള്ള ഒരുപാട് നഗരങ്ങൾ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുള്ളത് വലിയ ഏതെങ്കിലും ഒരു അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ എത്ര ആരാധനാലയങ്ങൾ ബന്ധപ്പോൾ മക്കടക്കം നമുക്കറിയാലോ. അത് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ തഞ്ചാവൂരൊക്കെ പ്ലാൻഡായിട്ടാണ് ഉണ്ടായത്. ആദ്യൊരു അമ്പലം ഉണ്ടാക്കുന്നു, അതിൻ്റെ ചുറ്റും കർഷകരെ കൊണ്ടുവരുന്നു, മറ്റേ പൂജാരികളെ കൊണ്ടുവരുന്നു, പിന്നെ വണിക്കുകൾ വരുന്നു, അതായത് മറ്റേ കച്ചവടക്കാർ വരുന്നു, അങ്ങനെ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സാധാരണക്കാരായ ഹൈന്ദവ വിശ്വാസികളൊക്കെ കരുതുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒരു അമ്പലം, ശ്രീരാമന് വേണ്ടി എന്ത് ചെയ്തു, എന്നോ ആഗ്രഹിച്ചൊരു അമ്പലം വന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവരാരും ഇതിൻ്റെ ഗുണഭോക്താക്കളല്ല, മാക്സിമം ആകാവുന്ന ഉപഭോക്താക്കളാണ്. അവിടെ പോവുക, 1000-2000 റുപ്യുള്ള റൂം എടുക്കുക, അവിടുത്തെ അതെ. അപ്പോൾ ഈ രീതിയിൽ ഒരു നിലയ്ക്കും അവർക്ക് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഭക്തിയുടെ ഒരു കേന്ദ്രമായിട്ട് ഏതായാലും കോർപ്പറേറ്റുകൾ അതിനെ കാണുന്നില്ല. ഇനി മറ്റൊരു കാര്യം വെച്ചപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പിന്നെ ആസാമിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് വിശ്വാസ് ശർമ്മ എന്ന് പറയുന്ന കക്ഷിയുടെ ഒരു വാചകമുണ്ട്. അതേപോലെ വെച്ചാൽ 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ ഒരൊറ്റ നാഷണൽ പാർട്ടിയേ ഉണ്ടാവുള്ളൂ, അത് BJP ആണെന്നാണ്. അപ്പോൾ BJP മുന്നോട്ട് വെച്ച ഒരാശയമാണിത്, വൺ നേഷൻ വൺ ഇലക്ഷൻ, വൺ നേഷൻ വൺ ലാംഗ്വേജ്, അങ്ങനെ വൺ നേഷൻ പ്ലസ് എന്നുള്ളത് കൾച്ചർ എന്നൊക്കെ ഉള്ളത്. ഇവിടെ വൺ നേഷൻ വൺ പാർട്ടി എന്നുള്ള ഒരാശയത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയണം എന്നൊരാഗ്രഹത്തോടെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയാണ് നേരത്തെ പിന്നെ അഷ്റഫ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനാരൊക്കെയാണ് അറിഞ്ഞോ അറിയാതെയോ കൂട്ടുന്നതെന്നുള്ളതാണ്. ഈ ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് മലയാളത്തിലൊരു കഥാകൃത്തുണ്ട് NS മാധവൻ, അദ്ദേഹം എഴുതിയൊരു കഥയുണ്ട് തിരുത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കഥയുടെ പശ്ചാത്തലം എന്താ വെച്ചാൽ പിന്നെ ഒരു പത്രമാധ്യമ സ്ഥാപനത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന കക്ഷിയുടെ മുൻപിൽ ഈ വാർത്ത വരികയാണ്. അപ്പോൾ ഇവിടെ പൊതുവേ പത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന 2 തലക്കെട്ടുകളുണ്ട്. ഒന്ന് ബാബരി മസ്ജിദ് തകർത്തു, 2 തർക്ക മന്ദിരം തകർത്തു. അപ്പോൾ ഇതിൽ ഏത് ടൈറ്റിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള വലിയ ഒരു ആശയക്കുഴപ്പവും അതിൻ്റെ കഠിനമായിട്ടുള്ള മനപ്രയാസമാണ്. അങ്ങനെ ഒടുവിൽ അദ്ദേഹം ബാബരി മസ്ജിദ് തകർത്തു എന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്ന ടൈറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അദ്വാനി പോലും ഈ സംഭവത്തിന് ശേഷം പറഞ്ഞത് എനിക്ക് 5-6 ദിവസം ഉറക്കം കിട്ടിയില്ല എന്നാണ്. എന്നുവെച്ചാൽ റിഗ്രറ്റ്ഫുള്ളായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. അത് കാപട്യമാണെന്നൊക്കെ മാറ്റിയിട്ടെ. പത്രങ്ങളെല്ലാം അന്നെടുത്തൊരു സമീപനം ഒരു വാൻഡലിസം, ഒരു ക്രിമിനൽ ഗ്രൂപ്പിൻ്റെ, അത് BJP ഒന്നല്ല, മറിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറിയതൊരു ഗ്രൂപ്പ് ചെയ്തു പോയ കാര്യം വെച്ചാൽ അവിടെ നടന്നതിനെ ഒരിക്കലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് നീതിപൂർവമായിരുന്നു പറയാനെന്ന് ആരും എന്ത് ചെയ്തിട്ടില്ല, തയ്യാറായിട്ടില്ല. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് വളരെ പതിയെ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ടു വന്നൊരു പശ്ചാത്തലത്തെ ഒരുപക്ഷെ ഇന്നുള്ള ഒരു സമൂഹങ്ങൾ പറഞ്ഞ പോലെ പുതിയ സമൂഹത്തെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു സാഹചര്യം അറിയില്ലായിരിക്കാം. പക്ഷേ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന അതിനോട് ഏറ്റവും കഠിനമായിട്ട്
എതിർപ്പ് പഠിപ്പിച്ച രാഷ്ട്രീയക്കാർ പോലും ഒരു ലൈറ്റായ സമീപനത്തിലേക്ക് വന്നതാണ് ഇതിൽ ദുരന്തം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അവരടക്കം വഞ്ചിക്കപ്പെട്ടു. ഈ ഒരു സാമൂഹ്യ പ്രക്രിയയുടെ ഭാഗമായതോടെ ആ ഒരു ചക്രത്തിൽ കയറിയതോടെ എന്താണ് ഓർക്കയിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്തത്. ഇതുകൊണ്ട് തന്നെ രാജ്യമൊട്ടുക്കും ഒരു വഞ്ചനയുടെ ഒരു ചിഹ്നമാണ് നമ്മൾ കാണുന്നത്. ഇത് ഭാവിയിൽ കൂടുതൽ വ്യക്തമാകുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല.